ഇന്ത്യ പാക് സംഘർഷം നമുക്കറിയാലോ, വലിയ വിഷയമാണ്. പാകിസ്ഥാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ ചൊറിച്ചിനനുസരിച്ച് ഇന്ത്യ മാന്തി മുളകുപൊടി തേച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഒരു രസകരമായ ഒരു വാർത്ത ഞാനൊന്ന് കണ്ടു. ആ വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങൾ. ഈ കാശ്മീർ അങ്ങ് വടക്കേ അറ്റത്ത്, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത്, കേരളം ഇങ്ങ് തെക്കേ അറ്റത്ത്. എനിക്ക് മനസ്സിലാകാത്തത്, ഇന്ത്യയുടെ ഇങ്ങ് തെക്കേ അറ്റത്തുള്ള ഒരു നെന്മണി പോലെ വളഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിന്റെ ഒരു ജില്ല മാത്രമായിട്ടുള്ള കണ്ണൂര്, ഈ കണ്ണൂരിൽ ചില കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഒരാഴ്ചത്തേക്ക്. അതെനിക്ക് മനസ്സിലാക്കി. ഇതിന്റെ ഇടയിൽ അങ്ങപ്പുറത്ത് കർണാടകയുണ്ട്, ഗോവയുണ്ട്, ആന്ധ്രയുണ്ട്, ബോംബെ ഉണ്ട്, ഡൽഹിയുണ്ട്, പലതുണ്ട്. പല ടൗണുകൾ അതുപോലെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, ഗുജറാത്തൊക്കെ ഉണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇങ്ങനെ ഒരു നിലപാട് ജില്ലാ കളക്ടർ എടുത്തത് എന്തുകൊണ്ടായിരിക്കും? വാർത്ത ഞാനൊന്ന് വായിക്കാം. കണ്ണൂർ ജില്ലയിൽ പടക്കം, സ്ഫോടക വസ്തു, ഡ്രോൺ എന്നിവയ്ക്ക് ഒരാഴ്ച നിരോധനം. രാജ്യത്ത് നിലവിലുള്ള പ്രത്യേക സാഹചര്യത്തിൽ സുരക്ഷ നിലനിർത്തുന്നതിനായാണ് നടപടിയെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. ജില്ലയിൽ പടക്കങ്ങളും സ്ഫോടക വസ്തുക്കളും വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും മെയ് 11 മുതൽ 17 വരെ 7 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു. പൊതു ഇടങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും 7 ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. ഇതാണ് വാർത്ത. ഇത് ന്യൂസ് 18 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്തയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായ ചില സംശയങ്ങൾ. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ഈ പടക്കം, സ്ഫോടക വസ്തുക്കൾ, മറ്റ് ഇതൊക്കെ നിരോധിക്കാൻ കാരണം എന്താ? നിലവിൽ ഈ കണ്ണൂർ ജില്ലയിൽ പടക്കങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ, അതോ കണ്ണൂർ ജില്ല സ്ഫോടനത്തിന്റെ നാടാണ് എന്ന് ഇവിടുത്തെ കുറ്റാന്വേഷണ വിഭാഗവും ആഭ്യന്തര വിഭാഗവും അതുപോലെ സിവിൽ സർവീസ് വിഭാഗവും ഒക്കെ അംഗീകരിക്കുന്നുണ്ടോ? അവർ കൂടി അംഗീകരിക്കുന്നതാണോ? ഒരു സംശയമാണ്. ന്യായമായും ഈ വാർത്ത കണ്ടപ്പോൾ ഉണ്ടായ ഒരു സംശയമാണ്. ഈ സംശയം നിങ്ങൾ കമന്റിലൂടെ ഒന്ന് പറഞ്ഞു തരണം. ഇന്ത്യയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ അലർട്ട് ആകണം. കാരണം ദീർഘദൂര മിസൈലുകളൊക്കെ പാകിസ്ഥാൻ പരീക്ഷിച്ചു. പക്ഷെ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 2-3 എണ്ണം ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതോടെ പാകിസ്ഥാന്റെ കഥ തീരും. അല്ലാതെ തന്നെ അവിടെ ബലൂജ് വേണ്ടത്ര പണി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ചൊറിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. അവർക്ക് ഇരുട്ടിന്റെ മറവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ ഇതിനിടയിലുള്ള ആയിരക്കണക്കിന് കിലോമീറ്റർ ഒക്കെ കടന്നിട്ട് ഇവിടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ ഒരു ഒരു പാസ്സാക്കൽ, ഒരാഴ്ച ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്തുകൊണ്ടായിരിക്കും? Different angles. Don't forget to subscribe and support this channel.